നമസ്തേ. മധുരം രാമായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശപ്രകാരം യാഗരക്ഷയ്ക്കായി പുറപ്പെട്ട രാമലക്ഷ്മണന്മാർ താടകയെയും സുബാഹുവിനെ വധിച്ച ശേഷം മിഥിലയിൽ എത്തിച്ചേർന്നു. ഈ സമയത്താണ് മിഥിലയിലെ രാജാവ് ജനകന്റെ മകൾ സീതയുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നത്. ശൈവചാപം കുലയ്ക്കുന്ന ആരാണോ അവർ സീതയെ വിവാഹം കഴിക്കുമെന്നായിരുന്നു ഉപാധി. നിരവധി ആളുകൾ തോറ്റു പിന്മാറിയ വേളയിലാണ് രാമന്റെ വരവ്. രാമകുമാരൻ വില്ലെടുത്ത് കുലയ്ക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന്റെ ബലം താങ്ങാനാകാതെ ഹുങ്കാര ശബ്ദത്തിൽ വില്ല് രണ്ടായി ഒടിയുകയും ചെയ്തു. ഇതോടെ സീതാദേവി ശ്രീരാമന്റെ ധർമ്മപത്നിയായി. ഡോക്ടർ ലക്ഷ്മിദാസിന്റെ രാമായണ പാരായണം കേൾക്കാം. ചൊല്ലെഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോനിധേ. സ്വാശ്രമകുലധർമ്മമെങ്ങനെ പാലിക്കുന്നു? നിൻ തിരുവടി തിരുവുള്ളത്തിലേറുന്നതിനന്തരമുണ്ടോ? പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ? ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കലുദ്ഭവിക്കയും ചെയ്തേൻ, ശസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല, ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിൻ തിരുവടിയുടെ ചിന്തിതം അതുമൂലം. വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാം, വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക വേണ്ട. വിവാഹാനന്തരം അയോധ്യയിലേക്കുള്ള ശ്രീരാമ ഭഗവാന്റെ യാത്രയും വഴിമധ്യേ ഭാർഗവരാമനെ കണ്ടുമുട്ടുന്നതുമായുള്ള സന്ദർഭം ഭംഗിയോടുകൂടി വിവരിക്കുകയാണ് സ്വാമി ചിദാനന്ദപുരി. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശൈവചാപം ഖണ്ഡിച്ച് അനന്തരം സീതയാൽ സ്വീകൃതനായി ശ്രീരാമചന്ദ്രൻ്റെ വിവാഹം നടന്നു. അവിടെ ശ്രീരാമചന്ദ്രൻ്റെ മാത്രമല്ല, ശ്രീരാമൻ്റെയും ഭരതൻ്റെയും ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയും അതുപോലെ സീതയുടെ സഹോദരിമാരുമായുള്ള അവിടെ രണ്ട് കുടുംബങ്ങൾ പൂർണ്ണമായ ഒന്നായി. മാണ്ഡവിയും ശ്രുതകീർത്തിയും ഊർമിളയും
രണ്ട് കുടുംബങ്ങളൊന്നായി ചേർന്നു. ആനന്ദഭാവത്തോടുകൂടി വിവാഹാനന്തരം ദശരഥനും സംഘവും അയോധ്യയിലേക്ക് മടങ്ങുന്നു. ആ സമയത്താണ് ഭാർഗവരാമൻ എതിരെ വരുന്നത്. ക്ഷത്രിയ വംശത്തെ മുഴുവൻ 21 പ്രാവശ്യം നശിപ്പിച്ചവനാണ്. അങ്ങനെയുള്ള പരശുരാമൻ വരുന്നത് കണ്ട് ഭീതനായി തീർന്നു ദശരഥൻ. വാൽമീകീയത്തിലും മറ്റും ഇത് വളരെ വിസ്തൃതമായി പറയുന്നുണ്ട്. ദശരഥൻ പരശുരാമനെ വന്ദിച്ച് പലതും പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തീർത്തും അത് അവഗണിച്ചുകൊണ്ട് ശ്രീരാമന് നേർക്ക് പരശുരാമൻ തിരിയുകയാണ്. ശൈവജാപമെല്ലാം ഭേദിച്ചു. അങ്ങനെയുള്ള നീ ഈ വൈഷ്ണവജാപം കുലയ്ക്കാൻ സന്നദ്ധനാണോ എന്ന് വെല്ലുവിളിക്കുന്നു. ഈ സന്ദർഭത്തിൽ ശ്രീരാമൻ പരശുരാമനോട് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രവിച്ചത്. വളരെ പ്രസിദ്ധന്മാരായ മഹാനുഭാവന്മാരായ പ്രൗഢാത്മാക്കളായ അങ്ങയെപ്പോലുള്ളവർ കേവലം ബാലന്മാരായ കുട്ടികളായ ഞങ്ങളോടൊക്കെ ഇങ്ങനെ വെല്ലുവിളിക്കാൻ തുടങ്ങിയാൽ എന്താണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് ആശ്രയം? പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് സ്വന്തം ആശ്രമത്തിൻ്റെയും കുലത്തിൻ്റെയും ധർമ്മങ്ങളൊക്കെ പാലിക്കുക? എങ്കിലും അവിടുത്തെ മനസ്സിലൊന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അത്യന്ത വിനയാന്വിതമായ ഭാവത്തിൽ അതേ സമയത്ത് തൻ്റെ സ്വരൂപം എന്തെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട്, എവിടെയാ സ്വരൂപം വെളിപ്പെടുത്തുന്നേ? ശത്രുമിത്ര ഉദാസീന ഭേദവും എനിക്കില്ല എന്ന് പറയുമ്പോൾ പാരമാർത്ഥികമായ ഈശ്വരഭാവമാണ് തൻ്റെത് എന്ന് രാമൻ വെളിപ്പെടുത്തുകയാണ്. അതേസമയത്ത് ബാലനായതുകൊണ്ട് ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ല. എങ്കിലും അങ്ങയുടെ വാക്യം ലംഘിക്കാൻ കഴിയില്ല. വില്ലിങ് തന്നാലും ഞാനാകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ളക്കേടും ഉണ്ടാക വേണ്ട, അവിടുത്തെ മനസ്സിന് വിഷമമുണ്ടാവേണ്ട, അതുകൊണ്ട് വില്ല് തന്നാലും എന്ന് പറഞ്ഞ് പരശുരാമനിൽ നിന്ന് വില്ല് സ്വീകരിക്കുന്ന ശ്രീരാമൻ്റെ ഭാഗമാണ് ഇപ്പോൾ വായിച്ചത്. വളരെ ശ്രദ്ധേയമാണ്. കാരണം സർവം ചെയ്യാൻ പരാക്രമശാലിയായി കഴിവോടത്തവൻ രാമൻ അത്യന്ത വിനയാന്വിതനായി പ്രസിദ്ധനും അതുപോലെ വൃദ്ധനുമായ പരശുരാമൻ്റെ മുമ്പിൽ വ്യവഹരിക്കുന്നത് നമ്മൾ കാണുന്നു. പൗരുഷത്തിൻ്റെ കരുത്തിൻ്റെ ഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് തൻ്റെ മുമ്പിൽ പരശുരാമൻ വെച്ച വെല്ലുവിളിയെ പൂർണ്ണമായി സ്വീകരിക്കുന്നു. പക്ഷെ അതേ സമയത്ത് ഔദ്ധത്യത്തിൻ്റെ കണികയില്ലാതെ അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി. ഇതാണ് ഈ ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അനന്തരം വില്ല് കുലച്ച രാമൻ അമ്പിനെ തൊടുത്ത് ലക്ഷ്യം ചോദിക്കുകയാണ്. ഒരിക്കലും തൻ്റെ അമ്പ് വ്യർത്ഥമാവില്ല. കാരണം സത്യസങ്കൽപ്പനാണ് ഈശ്വരൻ. രാമൻ സത്യസങ്കൽപ്പനാണ്.
ഇപ്പം സത്യസങ്കല്പനായ രാമൻ്റെ ഒരു വാക്കും ഒരു പ്രവൃത്തിയും വ്യർത്ഥമാവില്ല. എന്തായിരിക്കണം തൻ്റെ അമ്പിൻ്റെ ലക്ഷ്യം? അവിടെയാണ് പരശുരാമൻ തൻ്റെ തപസ്സിലൂടെ നേടിയ, പുണ്യഫലമായി നേടിയ സമ്പൂർണങ്ങളായ ലോകങ്ങളെയും ആ അമ്പിന് ലക്ഷ്യമായി പറയുന്നത്. അങ്ങനെ താൻ ഇത്രയും കാലം സമാഹരിച്ച മുഴുവൻ പുണ്യഫലമായുള്ള ലോകങ്ങളെയും, ലോകം അനുഭവമണ്ഡലം, സകല അനുഭവമണ്ഡലങ്ങളെയും ശ്രീരാമൻ്റെ അമ്പിന് ലക്ഷ്യമാക്കാൻ പരശുരാമൻ ആവശ്യപ്പെട്ടു. ഇവിടെ രാമൻ്റെ സത്യനിഷ്ഠയും ഒരിക്കലും വ്യതിചലിക്കാത്ത ലക്ഷ്യബോധവും അതാണ് പ്രത്യേകം എടുത്ത് കാണിക്കപ്പെടുന്നത്. ഒരിക്കൽ പോലും വ്യർത്ഥമാകില്ല. ഇത്, ഈ സത്യനിഷ്ഠ, ഒരിക്കലും വ്യർത്ഥമാകാത്ത ലക്ഷ്യബോധം ശ്രീരാമനിൽ നമ്മൾ കാണുന്നു. ശ്രീരാമനെ ഉപാസിക്കുന്ന സർവരിലും തന്നെ അതുണ്ടാവട്ടെ. ഈ വിഷയം ഇവിടെ മാത്രമല്ല, രാമായണത്തിൽ ഉടനീളം പരാമർശിക്കപ്പെടുന്നതാണ്. ഒരിക്കലും വ്യർത്ഥമാകാത്ത ലക്ഷ്യനിഷ്ഠയാണ് രാമൻ്റെത്. ആ പൂർണ്ണ പുരുഷൻ്റെ ഭാവം ഈ പരശുരാമനുമായുള്ള സംഗതിയിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളിവിടെ രാമായണം ശ്ലോകാനുശ്ലോകം പഠിക്കുന്നില്ല, എങ്കിലും പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങൾ ചൂണ്ടിക്കാണിച്ച് രാമായണ മഹിമയെ ഉൾക്കൊള്ളാൻ പ്രേരണ നൽകുക മാത്രമാണ് ചെയ്യുന്നത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. നമസ്കാരം. രാമായണ നാളുകൾ വളരെ വിപുലമായി ആഘോഷിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിലൂടെ നമുക്ക് ദർശനം ചെയ്തു വരാം. ഭാരതത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ അംശാവതാരവും ശ്രീരാമന്റെ സഹോദരനുമായ ഭരതന്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. രാമായണ മാസത്തിലെ നാലമ്പല ദർശനത്തിൽ രണ്ടാമത്തെ ക്ഷേത്രമാണിത്. നിരവധി ഭക്തജനങ്ങളാണ് സംഗമേശ്വരന്റെ പുണ്യം തേടി ഇങ്ങോട്ടേക്കെത്തുന്നത്. തൃശൂരിൽ നിന്ന് 21 കിലോമീറ്റർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഇരിങ്ങാലക്കുട നഗരം കേന്ദ്രമായാണ് കൂടൽമാണിക്യം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാമായണ മാസക്കാലത്ത് നാലമ്പല ദർശനത്തിനെത്തുന്ന ഭക്തർ തൃപ്രയാർ ശ്രീരാമസ്വാമിയെ ദർശിച്ച ശേഷം സംഗമേശ്വരനെ കാണാൻ ഇങ്ങോട്ടേക്കെത്തും. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ മറ്റു ക്ഷേത്രങ്ങളെപ്പോലെ ഉപദേവതാ പ്രതിഷ്ഠകളില്ല. 10 ഏക്കർ സമചതുരമായ സ്ഥലത്താണ് ക്ഷേത്രമുള്ളത്. 2 നില വട്ട ശ്രീകോവിൽ, 2 നാലമ്പലമുണ്ട്. അംശാവതാരമായതുകൊണ്ട് പൂജ വിഷ്ണുവിനാണെങ്കിലും നാലമ്പലത്തിൽ ശിവക്ഷേത്രങ്ങളിലേതുപോലെ അപൂർണ പ്രദക്ഷിണമാണ്. ഇവിടുത്തെ പൂജാരീതികളും വ്യത്യസ്തമാണ്. മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെ 5 പൂജയും 3 ശ്രീബലിയും ഇവിടെയില്ല. ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നീ പൂജകൾ നടത്തുന്നു. എതിരേറ്റ് പൂജയും പന്തിരടിയും ഇല്ല. എഴുന്നള്ളിക്കുന്നത് ഉത്സവകാലങ്ങളിൽ മാത്രമാണ്. തുലാമാസത്തിലെ തിരുവോണനാളിൽ തൃപ്പുത്തിരി ദിവസം മാത്രം പൂത്തിരിപ്പൂജ കൂടിയുണ്ടാവും. ക്ഷേത്രത്തിൽ തെച്ചി, തുളസി മുതലായ പൂജാപുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിലും
തെച്ചിയും തുളസിയും ക്ഷേത്രത്തിൽ വളരുന്നില്ല. കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ നാലമ്പല ദർശനത്തിനായുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നേരത്തെ പൂർത്തിയാകും. ഇവിടെ ഭരതസ്വാമിയുടെ പ്രതിഷ്ഠ മാത്രമാണ്, ഏകപ്രതിഷ്ഠ മാത്രമാണുള്ളത്. മറ്റു ക്ഷേത്രങ്ങളിൽ വേറെ പ്രതിഷ്ഠകൾ, അനുബന്ധമായിട്ട് ധാരാളം പ്രതിഷ്ഠകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഭരതസ്വാമിയുടെ പ്രതിഷ്ഠ മാത്രമാണുള്ളത്. വളരെ പുരാതന ക്ഷേത്രമാണ്. ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളതാണ് കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ. ഇവിടുത്തെ എല്ലാ നിവേദ്യങ്ങളും ക്ഷേത്രത്തിനകത്ത് നിവേദിച്ചതിന് ശേഷമാണ് ഭക്തജനങ്ങൾക്ക് വഴിപാടായിട്ട് വിതരണം ചെയ്യുന്നത്. രാമായണ മാസം 2024 ജൂലൈ 16 തീയതി ആരംഭിച്ച് ഓഗസ്റ്റ് 16 തീയതിയാണ് അവസാനിക്കുന്നത്. ആ ഒരു മാസക്കാലയളവിൽ അതിരാവിലെ 3 മണി മുതൽ 3:30 മണി മുതൽ ഭക്തജനങ്ങൾ നാലമ്പലം തൊഴുന്നതിന് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനും വേണ്ടി വരും. 10,000-കണക്കിന് ആളുകളാണ് ഈ നാലമ്പലം ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിൽ വരാറ്. അത് തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് അവിടെ ദർശനം നടത്തിയതിന് ശേഷം ഇരിഞ്ഞാലക്കുട ക്ഷേത്രത്തിൽ, കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തും. അതിനുശേഷം പായമ്മൽ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തും. അതിനുശേഷം മൂഴിക്കുളം ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തും. അതാണ് ഒരു രീതി. അപ്പോൾ ഇവിടെ വരുന്ന ജനങ്ങൾക്ക്, ധാരാളം ഭക്തജനങ്ങൾ വരും. ആ ജനങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവർക്ക് ഇവിടെ സഞ്ചരിക്കുന്നതിനും ക്യൂ നിൽക്കുന്നതിനും ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, ശ്രീരാമസ്വാമിയുടെ സഹോദരനാണല്ലോ ഭരതസ്വാമി. അപ്പോൾ ശ്രീരാമസ്വാമി അദ്ദേഹം രാജഭരണം നടത്തുന്ന സമയത്ത്, വനവാസത്തിന് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ പാദുകം ഭരതസ്വാമി സൂക്ഷിച്ചു വെച്ച് ആ പാദുകത്തിനെ അനുസ്മരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അത് ശ്രീരാമനാണ് എന്ന് ആദരിച്ചുകൊണ്ടാണ് ഈ ശ്രീരാമസ്വാമി രാജാവില്ലാത്ത സമയത്ത് ഈ ഭരതസ്വാമി ഈ രാജ്യം ഭരിച്ചിരുന്നത്. അദ്ദേഹം ആർഭാടമായിട്ടുള്ള രീതിയിലൊന്നുമല്ല, വളരെ ലളിതമായ രീതിയിൽ എല്ലാ ഭക്തജനങ്ങൾക്കും ആ രാജ്യത്തിലെ പ്രജകൾക്കും വളരെയധികം സന്തോഷപരമായ രീതിയിലും ന്യായമായ രീതിയിലും ഭരണം നടത്തിയിരുന്ന ഒരു രാജാവായിരുന്നു ഭരതസ്വാമി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ഇരിഞ്ഞാലക്കുടയിൽ വരാനിടയായിട്ടുണ്ടെന്നും അതുപോലെ ഇവിടെ താമസിക്കുന്നതിനും ഇടയായിട്ടുണ്ടെന്നും അതിൻ്റെ ഒരു ചരിത്ര സ്മാരകമായിട്ടാണ് ഇവിടെ ഈ ഭരതക്ഷേത്രം തന്നെ ഉത്ഭവിച്ചതെന്നും എന്നാണ് ഐതിഹ്യവും ചരിത്രം പറയപ്പെടുന്നത്. എല്ലാം ശ്രീരാമചന്ദ്ര ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് പാദുകങ്ങൾ സേവിച്ച് തപസ് അനുഷ്ഠിക്കുന്ന ഭാവത്തിൽ ശംഖും ചക്രവും കോദണ്ഡവും അഭയമുദ്രയും ധരിച്ച് ഒരാൾ പൊക്കത്തിലുള്ളതാണ് ഭരതന്റെ പ്രതിഷ്ഠ. 6 തന്ത്രിമാരുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് കൂടൽമാണിക്യം. പുറപ്പെടാശാന്തിയാണ് ഇവിടെയുള്ളത്. താമരമാലയും വഴുതനങ്ങ നിവേദ്യവും മീനൂട്ടലുമൊക്കെ ഇവിടെ പ്രധാന ചടങ്ങുകളാണ്. ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടൽമാണിക്യം ക്ഷേത്രമാണ് ശരിക്കും. കാരണം ഇരിഞ്ഞാലക്കുടയിലെ ഭൂമികൾ മുഴുവൻ കൂടൽമാണിക്യം ദേവസ്വത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഭൂമികളായിരുന്നു. നമ്മളിപ്പോൾ ഉത്സവത്തിന് ആറാട്ട് പോകുമ്പോൾ ആറാട്ട് നമുക്ക് 2 സ്ഥലത്താണ്, ഓരോ വർഷം മാറി മാറി. ഒരു വർഷം രാപ്പാളാണെങ്കിൽ രാപ്പാൾ ആറാട്ട് കടവിലാണെങ്കിൽ, ഒരു വർഷം കൂടപ്പുഴ ആറാട്ട് കടവിലാണ്. ഈ പോകുന്ന വഴി പോലും സ്ഥലങ്ങളെല്ലാം സ്വന്തമായിട്ട് ഏറ്റവും ആസ്തി ഉണ്ടായിരുന്ന ഒരു ദേവസ്വമാണ് കൂടൽമാണിക്യം ദേവസ്വം. ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിലെ ഇപ്പോൾ ക്രൈസ്റ്റ് കോളേജ് ഇരിക്കുന്ന സ്ഥലമാണെങ്കിലും പള്ളി ഇരിക്കുന്ന സ്ഥലമാണെങ്കിലും ഇവിടുത്തെ ഏത് സ്ഥലമാണെങ്കിലും എല്ലാം ഈ കൂടൽമാണിക്യത്തിൻ്റെ കീഴിലുള്ളതായിരുന്നു. കൂടൽമാണിക്യത്തിൽ നിന്ന് കൊടുത്തതാണ്. കൂടൽമാണിക്യമാണ് ഇവിടെ എന്താ പറയുക, നമ്മൾ സാഹോദര്യവും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടി പള്ളിക്കായാലും മറ്റുള്ളവർക്കൊക്കെ സ്ഥലം സൗജന്യമായി കൊടുത്തിരുന്നത്. ഈ ഭാരതത്തിലെ
ചതുർധാമം പോലെ തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ച് നാലമ്പലം. ആ നാലമ്പലത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് കുടൽമാണിക്യം ക്ഷേത്രം. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ നാലമ്പല ഈ കർക്കിടക മാസത്തിലെ കർക്കിടക 1-ാം തീയതി മുതൽ 32-ാം തീയതി വരെ നടക്കുന്ന ഈ നാലമ്പല ദർശനത്തിനുള്ള തിരക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദേവസ്വത്തെ സംബന്ധിച്ച്, കുടൽമാണിക്യത്തെ സംബന്ധിച്ച് ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. ഈ വർഷം തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു 5000-ലും പരം ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോമ്പൗണ്ടുകളാണെങ്കിൽ അതിനത്രയും എന്താ പറയുക, സമൃദ്ധിയായിട്ടുള്ള സ്ഥലമാണ്. അതെല്ലാം നമുക്ക് ഭക്തജനങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഭക്തജനങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ വഴുതനങ്ങ നിവേദ്യം എന്ന് പറയുന്നത് കുടൽമാണിക്യ അമ്പലത്തിൽ മാത്രമുള്ളൊരു വഴിപാടാണ്. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് പ്രതിവിധിക്ക് വേണ്ടിയിട്ടാണ് ഈ വഴുതനങ്ങ നിവേദ്യം നടത്തുന്നത്. ഒരമ്പലത്തിലും ഉപ്പിട്ട നിവേദ്യമില്ല. ഈ വഴുതനങ്ങ നിവേദ്യം ഉപ്പിട്ട് നിവേദിക്കുന്നതാണ്. അത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമുക്ക് താമരമാല, ഈ തൃശ്ശൂർ പൂരത്തിന് ഉൾപ്പെടെ 38-40 താമരമാല വഴിപാട് വരുന്നൊരു സ്ഥലമാണിത്. കാര്യസാധ്യത്തിനും മഴ പെയ്യാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് നടത്തുന്ന ഒരു വഴിപാടാണ് താമരമാല. അതുപോലെ വ്യത്യസ്തങ്ങളുടെ ഒരു കലവറയാണ് കുടൽമാണിക്യം. താമരപ്പൂമാല ഭഗവാന് കൂടുതൽ പ്രിയമാണ്. താമരമാല ചാർത്തി പ്രാർത്ഥിച്ചാൽ സകല വിഘ്നങ്ങളും മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ഉപദേവതകളില്ലെങ്കിലും തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽമാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയുമുണ്ടെന്നാണ് സങ്കല്പം. താമരയും തെച്ചിയും തുളസിയും മാത്രമേ ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ഉപയോഗിക്കുകയുള്ളൂ. തിടപ്പള്ളിയിൽ അവിലും പൂവൻപഴവും നേദ്യമുണ്ട്. ദുർഗയ്ക്കും ഭദ്രകാളിക്കും ഉത്സവകാലത്ത് മാത്രമാണ് നേദ്യമുള്ളത്. നളചരിതം ആട്ടക്കഥയിലൂടെ കേരള ഭാഷാ സാഹിത്യത്തിൽ അനശ്വര പ്രതിഷ്ഠ നേടിയ ഉണ്ണായി വാര്യർ കൂടൽമാണിക്യസ്വാമിയുടെ ഒരു ഉത്തമ ഭക്തനായിരുന്നു. ശ്രീരാമ പഞ്ചശതി എന്ന സ്തോത്രകാവ്യം അദ്ദേഹം ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ട്. ഇവിടേക്കെത്തുമ്പോൾ ഒരു പുത്തൻ ഉണർവുണ്ടാകുമെന്ന് ഭക്തർ പറയുന്നു. പോസിറ്റീവ് എനർജി എന്നല്ല, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അനുഗ്രഹമാണ്. നമുക്ക് എന്തൊരു കാര്യത്തിനും ഈ അടുത്തന്നെ ഞാൻ തന്നെ വന്ന് തീരെ എനിക്ക് എന്തോ ശ്വാസം മുട്ടിയപ്പോൾ ഇവിടെ വിഘ്നേശ്വരന് തൊഴുതു വന്ന് ഇവിടെ ഇരിക്കുമ്പോഴേക്കും സംഗമേശ്വരനെ ഒരു അപ്പോൾ അതെങ്ങനെ പോയിട്ട് അറിയില്ല. അത്രയും നമുക്ക് സംഗമേശ്വരനെ നമുക്ക് ഇരിഞ്ഞാലക്കുടയിൽ ഭയങ്കര ഇതാണ്. വന്ന് തൊഴാൻ നേരമില്ലാത്ത കുറ്റിയുള്ളൂ. പണ്ട് നിത്യ സന്ദർശകയായിരുന്നു. ഇപ്പം കടമൊക്കെ ഉള്ള കാരണം വരാൻ പറ്റില്ല. നമുക്കിവിടെ ഈ അന്തരീക്ഷത്തിൽ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് പോകാനേ തോന്നില്ല. നല്ലൊരു ഇതാണ്, പോസിറ്റീവ് എനർജി, നമുക്ക് നല്ലൊരു ശാന്തത ഇതാണ്, ഭയങ്കര ഇതാണ്. തൃപ്പയാറും പോയില്ലെങ്കിൽ അതിന് പകരം ഇവിടെ ഇരുന്നാൽ മതി സംഗമേശ്വരത്തെ. ക്ഷേത്രത്തിലെ കവാടത്തിനരികിൽ പുതുതായുള്ള ചുമർ ചിത്രങ്ങളും അതിമനോഹരമാണ്. ഏറെ പ്രത്യേകതകളുള്ള സംഗമേശ്വരന്റെ സന്നിധിയിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തജനങ്ങളാണ് ಎತ್ತುಚೇರುന്നത്. ಇವತ್ತು ನಾವು ಕೇರಳದಲ್ಲಿ ಇಡಲ್ಮಾಣಿಕ್ಯ ಅನ್ನೋ ಪ್ಲೇಸ್ ಅಲ್ಲಿರುವಂತಹ ದೇವಸ್ಥಾನಕ್ಕೆ ಬಂದಿದ್ದೀವಿ. ಇದು ಭರತನಿಗೆ ಇರುವಂತಹ ಏಕೈಕ ದೇವಸ್ಥಾನ. ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ನಾವಂತೂ ತುಂಬಾ ಖುಷಿ ಪಟ್ವಿ. ದೊಡ್ಡ ಕಲ್ಯಾಣಿ ಇದೆ, ಸುತ್ತಮುತ್ತಲು ಪರಿಸರನೂ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ಸೊ ನೀವು ಕೇರಳಕ್ಕೆ ಬಂದರೆ ದಯವಿಟ್ಟು ಈ ಸ್ಥಳವನ್ನು ವೀಕ್ಷಣೆ ಮಾಡಿ. ಕೇರಳದಲ್ಲಿರುವಂತಹ ಭರತನ ದೇವಸ್ಥಾನಕ್ಕೆ ನಾವು ಭೇಟಿ ಕೊಟ್ಟಿದ್ದೀವಿ. ನಮ್ಮ ಜನ್ಮ ಧನ್ಯ ಅಂತ ಅನಿಸುತ್ತೆ. ಯಾಕಂತಂದರೆ ಇಡೀ ಭಾರತದಲ್ಲಿ ಎಲ್ಲ ಕ್ಷೇತ್ರಗಳು ಪುಣ್ಯಕ್ಷೇತ್ರಗಳೇ. ಪ್ರತಿಯೊಂದು ರಾಜ್ಯವೂ ನಮ್ಮ ಅಂತರಾತ್ಮವನ್ನು ಜಾಗೃತ ಮಾಡುವಂತಹ ಕ್ಷೇತ್ರಗಳಾಗಿದೆ. ಯಾಕಂತಂದರೆ ರಾಮ ಕಣಕಣದಲ್ಲೂ ನಮಗೆ ಇರುವಂತಹ ಒಂದು ಆತ್ಮಭಕ್ತಿ ಇದೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಭರತನಿಗೋಸ್ಕರ ಒಂದು ಅಪೂರ್ವ ಅಂತಹ ಒಂದು ದೇವಸ್ಥಾನ ಈ ರೀತಿಯಲ್ಲಿ ಕಟ್ಟಿದೆ ಅನ್ನೋಂಥದ್ದು ನನಗೆ ಹೆಮ್ಮೆ ಅನಿಸ್ತಾ ಇದೆ. ಇಲ್ಲಿ ಬಂದು ನೋಡಿದ್ದಕ್ಕೆ ತುಂಬ ವಿಶಾಲವಾದಂತಹ ಸುಂದರವಾದಂತಹ ದೇವಾಲಯ ಇಲ್ಲಿ ಭರತನಿಗೋಸ್ಕರ ನಿರ್ಮಿತವಾಗಿದೆ. ತುಂಬ ಚೆನ್ನಾಗಿದೆ. ದಯವಿಟ್ಟು ಎಲ್ಲರೂ ಬಂದು ನೋಡಬೇಕಾದಂತಹ ಒಂದು ಕ್ಷೇತ್ರವಾಗಿದೆ ಇದು. ನಮಸ್ಕಾರ. പുരാതന കാലത്ത് ഇത് ഒരു ജൈന ക്ഷേത്രമായിരുന്നു എന്നും പറയപ്പെടുന്നു. കൂടൽമാണിക്യം എന്ന പേരിൽ പല ഐതിഹ്യങ്ങളുമുണ്ട്. ജൈന സന്യാസിമാരെ മാണിക്യൻ എന്ന സംജ്ഞ ചേർത്ത് വിളിച്ചിരുന്നു. കൂടൽ എന്നത് പണ്ടുകാലത്ത് 2 നദികൾ സംഗമിച്ചിരുന്നിടമായതിനാൽ വന്നതാകാം എന്നും കരുതുന്നു. ഒപ്പം മാണിക്യക്കല്ല് വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ളതായും പറയപ്പെടുന്നു. ക്ഷേത്രത്തിനു ചുറ്റും 4 വലിയ കുളങ്ങളുണ്ട്. ക്ഷേത്രത്തിനുള്ളിലെ ഈ കുളം കുലീപനി തീർത്ഥം എന്നറിയപ്പെടുന്നു. ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്ക് മാത്രമേ ഇതിലെ ജലം ഉപയോഗിക്കുകയുള്ളൂ.
ക്ഷേത്രത്തിനുള്ളിൽ മറ്റു മഹാക്ഷേത്രങ്ങളെപ്പോലെ കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യക്ഷ ഉദാഹരണമായ ഒരു കൂത്തമ്പലം ക്ഷേത്രതുല്യ പവിത്രതയോടെ നിലകൊള്ളുന്നുണ്ട്. ഭരതൻ ആഡംബരപ്രിയനല്ല. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സഹോദര സ്നേഹത്തിന്റെയും ഉത്തമ പ്രതീകമാണ്. ഈ രാമായണ മാസത്തിൽ പുണ്യം തേടി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്കെത്തുമ്പോൾ കൂടൽമാണിക്യത്തിൽ അനുഗ്രഹം ചൊരിഞ്ഞ് ഭരതനുണ്ടാകും. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ കോതച്ചൂർക്കൊപ്പം എം മനോജ്, ജനം, തൃശൂർ. ജനക മഹാരാജാവിന് സീതയെ കൂടാതെ 3 പെൺമക്കളാണുള്ളത്. അയോധ്യയിൽ നിന്ന് വന്ന മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം അവിടെ ഒരു വിവാഹ മാമാങ്കം നടന്നു. രാമന് സീതയും, ലക്ഷ്മണന് ഉർമിളയും, ഭരതന് മാണ്ഡവിയും, ശത്രുഘ്നന് ശ്രുതികീർത്തിയും ഭാര്യമാരായി. എന്നാൽ വിവാഹശേഷം അയോധ്യയിലേക്ക് തിരിച്ച അവരെ കാത്ത് പരശുരാമൻ ഉണ്ടായിരുന്നു. ശ്രീരാമ ഭഗവാൻ ശൈവചാപം മുറിച്ചതിനാൽ ധൈര്യമുണ്ടെങ്കിൽ തന്റെ കയ്യിലുള്ള വൈഷ്ണവചാപം കുലയ്ക്കാൻ ശ്രീരാമനെ അദ്ദേഹം വെല്ലുവിളിച്ചു. അനുനയ വാക്കുകൾ പരശുരാമനെ തണുപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ വൈഷ്ണവചാപം കുലയ്ക്കാൻ തയ്യാറായി. അങ്ങനെ വൈഷ്ണവചാപം കുലച്ചു നിന്ന ശ്രീരാമനിലെ വിഷ്ണു അവതാരത്തെ ദർശിച്ച പരശുരാമൻ തന്നിലുള്ള വൈഷ്ണവ ചേതസിനെ രാമകുമാരനിൽ ലയിപ്പിച്ച ശേഷം തപസ്സിനായി തയ്യാറായി. നാളെ വീണ്ടും കാണാം. നമസ്തേ.